ആദ്യത്തെ ചോദ്യം, 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് സാറാ ജോസഫാണ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് സാറാ ജോസഫ്. അടുത്ത ചോദ്യം, അടുത്തിടെ ഭൗമ സൂചികാ പദവി ലഭിച്ച കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഗ്രാമ്പു. അടുത്തിടെ ഭൗമ സൂചികാ പദവി ലഭിച്ച കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഗ്രാമ്പുവാണ് തലനാടൻ ഗ്രാമ്പു. അടുത്തിടെ ഭൗമ സൂചികാ പദവി ലഭിച്ച കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഗ്രാമ്പുവാണ് തലനാടൻ ഗ്രാമ്പു. അടുത്ത ചോദ്യം, ചൊവ്വയിൽ ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ജൈവ തന്മാത്രകളെ അടുത്തിടെ കണ്ടെത്തിയ നാസയുടെ റോവർ. ചൊവ്വയിൽ ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ജൈവ തന്മാത്രകളെ അടുത്തിടെ കണ്ടെത്തിയ നാസയുടെ റോവറാണ് ക്യൂരിയോസിറ്റി. ചൊവ്വയിൽ ഏറ്റവും വലിയ ജൈവ തന്മാത്രകളെ അടുത്തിടെ കണ്ടെത്തുകയുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടെത്തിയ നാസയുടെ റോവറാണെന്ത്? ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, പോലീസ് സ്റ്റേഷനുകളിലെത്തുന്നവർക്ക് മാനസിക പിന്തുണ നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിക്കുന്ന സെൻ്ററുകളാണ് സ്നേഹിത എക്സ്റ്റൻഷൻ സെൻറ്റർ. പോലീസ് സ്റ്റേഷനുകളിലെത്തുന്നവർക്ക് മാനസിക പിന്തുണ നൽകുന്നതിനായിട്ട് കുടുംബശ്രീ ആരംഭിക്കുന്ന സെൻ്ററുകളാണ് ഇത് സ്നേഹിത എക്സ്റ്റൻഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കോമൺവെൽത്ത് സെക്രട്ടറി ജനറലാകുന്ന ആദ്യ ആഫ്രിക്കൻ വനിത. കോമൺവെൽത്ത് സെക്രട്ടറി ജനറലാകുന്ന ആദ്യ ആഫ്രിക്കൻ വനിതയാണ് ഷേർലി ബോച്ച്വേ. ഷേർലി ബോച്ച്വേ. അടുത്ത ചോദ്യം, കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട പാത അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട പാത അറിയപ്പെടുന്നത് പിങ്ക് ലൈൻ എന്നാണ്. പിങ്ക് ലൈൻ. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സ്റ്റേഷനിൽ നിന്ന് കാക്കനാട് വഴി ഇൻഫോ പാർക്ക് വരെ നീളുന്നതാണ് പിങ്ക് ലൈൻ എന്ന് പറയുന്നത്. അത് കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട പാത എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, മാധവ്പൂർ ഘഡ് മേള വർഷം തോറും സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മാധവ്പൂർ ഘഡ് മേള വർഷം തോറും സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. ഗുജറാത്തിലെ പോർബന്ദർ ജില്ലയിലെ മാധവ്പൂരിലാണ് 5 ദിവസത്തെ വാർഷിക മേളയായ മാധവ്പൂർ ഘഡ് മേള സംഘടിപ്പിക്കുന്നത്. ഗുജറാത്തിലെ പോർബന്ദർ ജില്ലയിലെ മാധവ്പൂരിൽ. ഓക്കെ. അടുത്ത ചോദ്യം, കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അടുത്തിടെ ഏത് രാജ്യത്തെ കൃഷിമന്ത്രിയുമായിട്ടാണ് കാർഷിക മേഖലയിലെ ഉഭയകക്ഷി സഹകരണത്തിനുള്ള കരാറുകളിൽ ഒപ്പുവെച്ചത്? കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അടുത്തിടെ ഏത് രാജ്യത്തെ കൃഷിമന്ത്രിയുമായിട്ടാണ് കാർഷിക മേഖലയിലെ ഉഭയകക്ഷി സഹകരണത്തിനുള്ള കരാറുകളിൽ ഒപ്പുവെച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരം ഇസ്രായേലാണ്. അടുത്ത ചോദ്യം, ഒരു സംസ്ഥാനം ഒരു RRB സംരംഭത്തിന് കീഴിൽ എത്ര RRBകളെ ലയിപ്പിക്കുമെന്നാണ് ധനകാര്യ സേവന വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? ഒരു സംസ്ഥാനം ഒരു RRB സംരംഭത്തിന് കീഴിൽ എത്ര RRBകളെ ലയിപ്പിക്കുമെന്നാണ് ധനകാര്യ സേവന വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? 26 ഉത്തരം. 26. ആർട്ടമിസ് ഉടമ്പടിയിൽ ഒപ്പുവെച്ച 54ാമത്തെ രാജ്യമായി മാറിയത് ഏത് രാജ്യമാണ്? ആർട്ടമിസ് ഉടമ്പടിയിൽ ഒപ്പുവെച്ച 54ാമത്തെ രാജ്യമായി മാറിയത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശ്.